എന്താണ് ഇത് മറിയാമ്മ ചേച്ചി, ഇത് പത്മിനി ചേച്ചി. തുടക്കം മുതൽ ഡേവിസിന്റെ കൂടെ ഉള്ളതാണ്. നമ്മുടെ കൃഷി ഓഫീസറുടെ സന്തോഷമായിട്ടൊന്ന് ചിരിച്ചോ? അന്ന് കണ്ടില്ലല്ലോ. അപ്പുറത്ത് പറഞ്ഞു ഇവിടെ ഡേവിസോ? പിന്നെ അത് കൊള്ളാം. ഡേവിസല്ലേ വരണ്ടേ? വാ കൃഷി റെഡി. റെഡി. പ്രസിഡന്റ് പണി കൈ കഴിക്കോ? നനവുണ്ടെങ്കിലും നനയ്ക്കണം എന്നാ. കുടുംബയോഗം 3 വീടുകളിലാക്കി. ആദ്യത്തെ വീട്ടിലാണ് സ്ഥലല്ലേ? അല്ലേ വിളിക്കലെല്ലാരും അവിടെയാണെന്ന് പറഞ്ഞു. കല്യാണത്തിന് പോയില്ല. ഒക്കെ മാലിക്കിന്റെ വീട്ടിലൊന്ന് പോണം. റെഡി. നമ്മുടെ കൃഷിക്കൊപ്പം കളമശ്ശേരി ഇപ്പം നല്ല മുന്നേറ്റമാണ് നാട്ടിൽ കൈവരിച്ചിട്ടുള്ളത്. കൃഷിക്കൊപ്പം കളമശ്ശേരി ഒരു പ്രത്യേകത, യഥാർത്ഥത്തിൽ ഓണം, വിഷു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമുള്ള കൃഷിയല്ല. നേരത്തെ നമ്മൾ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഓണത്തിന് ഒരു മുറം, അല്ലെങ്കിൽ വിഷുവിന് വിഷരഹിത പച്ചക്കറി, ഇങ്ങനെയുള്ള ക്യാമ്പയിനുകളാകെ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് എല്ലാ സീസണിലും ഓരോ വിളകളുടെ പ്രത്യേകതകൾ അനുസരിച്ച് കൃഷി ചെയ്യുക എന്നതാണ് കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ പ്രത്യേകത. അതിന്റെ ഭാഗമായി നമുക്കിപ്പോൾ 1000 ഏക്കറിലധികം തരിച്ചു കിടന്ന സ്ഥലം നെൽകൃഷിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. 1200 ഏക്കറാണ് പച്ചക്കറി കൃഷിയിലേക്ക് പുതുതായി വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾ നന്നായി തന്നെ വാല്യൂ അഡീഷൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നുണ്ട്. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ പ്രത്യേകത, സാധാരണ കൃഷി എന്നുള്ള കൃഷി വകുപ്പിൻ്റെതാണെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ പരിമിതിയും ദൗർബല്യവും. ഇതെല്ലാ വകുപ്പുകളും ചേരുന്ന സംവിധാനമാണ്. അത് മണ്ണ് പരിശോധന വകുപ്പ് വരും, മൈനർ മേജർ പെരിയാർ വാലി ഇറിഗേഷൻ വരും, പിന്നെ കൃഷി വകുപ്പ് വരും, തൊഴിലുറപ്പ് വരും, സഹകരണ പ്രസ്ഥാനം വരും. ഇങ്ങനെ എല്ലാവരും ചേരുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം 10 കോടി രൂപയിലധികം നമ്മൾ തോടുകൾ വൃത്തിയാക്കി ഒഴുക്ക് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മണ്ഡലത്തിൽ ഭൂഗർഭ ജലത്തെ സംബന്ധിച്ച് മാപ്പിംഗ് നടത്തി ആധികാരികമായ പഠനം പ്രസിദ്ധപ്പെടുത്തിയത്. അത് തൊഴിലുറപ്പും ബാക്കി എല്ലാവരും ചേർന്നിട്ടുള്ള പദ്ധതിയായിരുന്നു, ഇറിഗേഷൻ ചേർന്ന്. അങ്ങനെ 250 കോടിയുടെ പദ്ധതിക്ക് നമ്മൾ അംഗീകാരം നൽകുകയുണ്ടായി. തൊഴിലുറപ്പിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നന്നായി മുന്നേറുന്നുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല.